നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യ കുഴിയിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ റിദാൻ ജാജുവാണ് മരിച്ചത്. എന്നാൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് കുട്ടി കയറിയതെന്നാണ് എയർപോർട്ട് അധികൃതരുടെ വിചിത്ര ന്യായം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജയ്പൂരിൽ നിന്നും 12 മണിയോടുകൂടിയാണ് റിദാൻ ജിജുവിന്റെ കുടുംബം കൊച്ചിയിൽ വിമാനത്താവളത്തിൽ എത്തിയത്. രക്ഷിതാക്കൾ ഭക്ഷണം കഴിക്കാൻ കയറിയതിനിടയിൽ കുട്ടികളെ കാണാതെയായി. തുടർന്ന് പോലീസ് എയ്ഡ് പോസ്റ്റിൽ വിവരമറിയിച്ചു. 10 മിനിറ്റ് നീണ്ട തിരച്ചിലിനൊടുവിൽ ഹോട്ടലിന് സമീപത്തുള്ള മാലിന്യക്കുഴിയിൽ കുട്ടിയെ കണ്ടെത്തി. 5 അടി താഴ്ചയിലേക്ക് വീണ കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാലിന്യക്കുഴിയിൽ തുറന്നിരുന്നതും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിലേക്ക് നയിച്ചതിലെ പ്രധാന കാരണം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സമഗ്ര അന്വേഷണം നടത്തിവരികയാണെന്ന് ആലുവ ഡിവൈഎസ്പി പറഞ്ഞു. ഇന്നത്തെ സംഭവത്തിൽ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യുന്നു. ഇൻക്വസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം PM കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള പ്രോപ്പറായിട്ടുള്ള അന്വേഷണം പ്രോപ്പറായിട്ട് ചെയ്യും. ആഭ്യന്തര വിമാന സർവീസ് നടത്തുന്നിടത്തെ അന്നാസാറ കഫയ്ക്ക് സമീപത്താണ് അപകടം നടന്നത്. ഈ മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെന്നാണ് കൊച്ചി വിമാനത്താവളത്തിന്റെ വിശദീകരണം. സംഭവ സ്ഥലത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചുറ്റും പൂക്കളാണ്. അതിനു നടുവിലാണ് ആ മരണക്കുഴിയുള്ളത്. കേരളം കാണാൻ കൊച്ചിയിൽ പറന്നെത്തിയ 3 വയസ്സുകാരന്റെ ജീവനാണ് ആ കുഴിക്കുള്ളിൽ നഷ്ടമാകുന്നത്. എന്തെല്ലാം വിശദീകരണങ്ങൾ വിമാനത്താവള അതോറിറ്റി മുന്നോട്ട് വെച്ചാലും അതൊന്നും ഒരു ന്യായീകരണമായി മാറുകയില്ല. ഇത് ഒരു വിശദീകരണമായി നിൽക്കുകയുമില്ല. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി.